നോർത്ത് അമേരിക്കൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സോളോ, പറവ തുടങ്ങിയ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനായി ദുൽഖർ സൽമാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉദാഹരണം, സുജാതയിലെ പ്രകടനത്തിന് മഞ്ജു വാര്യർ മികച്ച നടിയായപ്പോൾ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, ടേക്ക് ഓഫ് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള ക്രിട്ടിക് പുരസ്കാരം ഫഹദ് ഫാസിൽ സ്വന്തമാക്കി. അങ്കമാലി ഡയറീസ് ഒരുക്കിയ ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകന്റെ കുപ്പായം സ്വന്തമാക്കി. ടേക്ക് ഓഫിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ക്രിട്ടിക് അവാർഡ് പാർവതി സ്വന്തമാക്കി. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടിമുതലും ദൃക്സാക്ഷിയും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ചാക്കോ ബോബൻ ജനപ്രിയ നായകനായപ്പോൾ യൂത്ത് ഐക്കൺ പുരസ്കാരത്തോടൊപ്പം മായാനദിയിലൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രകടനത്തിനും യുവനടൻ ടോവിനോ തോമസ് അർഹനായി. മായാനദിയിലെ നായിക ഐശ്വര്യ നടിമാരിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനുള്ള പുരസ്കാരം നേടി. ഹരീഷ് കണാരൻ ഹാസ്യതാരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സഹനടനായി തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അലൻസിയർ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സഹനടിയായി ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയിൽ അഭിനയിച്ച ശാന്തി കൃഷ്ണ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സ്വഭാവ നടനായി സുരാജ് വെഞ്ഞാറമൂടും മികച്ച സ്വഭാവ നടിയായി സുരഭി ലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വില്ലൻ ജോജു ജോർജാണ്. രാമന്റെ ഏദന്തോട്ടം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ജോജു ജോർജിനെ തേടി ഈ അംഗീകാരം എത്തിയത്. മികച്ച സംഗീതം ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ. ഉദാഹരണം, സുജാത എന്ന ചിത്രത്തിനു വേണ്ടി ചെയ്ത സംഗീതമാണ് ഈ അവാർഡിന് അർഹമായിരിക്കുന്നത്. മികച്ച ഗായകനായി വിജയ് യേശുദാസ്, മികച്ച ഗായികയായി സിത്താര. മികച്ച തിരക്കഥ 3 പേർ ചേർന്നാണ് പങ്കിട്ടിരിക്കുന്നത്. ചെമ്പൻ വിനോദ് അങ്കമാലി ഡയറീസും, ശ്യാം പുഷ്കരനും ദിലീഷ് നായർ മായാനദി എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയത്. പുതുമുഖ സംവിധായകനായി സൗബിൻ ഷാഹിർ പറവ എന്ന ചിത്രത്തിനു വേണ്ടി ഈ അവാർഡ് സ്വന്തമാക്കി. മികച്ച ഛായാഗ്രഹകനായി മധു നീലകണ്ഠൻ. പ്രത്യേക ജൂറി പുരസ്കാരം നീരജ് മാധവ്. പൈപ്പും ചൂട്ടിലെ പ്രണയം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് നീരജ് മാധവിനെ തേടി ഈ അംഗീകാരം എത്തിയത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ബാലചന്ദ്ര മേനോനും. മികച്ച ബാലതാരമായി ഉദാഹരണം, സുജാതയിലെ അഭിനയത്തിന് അനശ്വര രാജനും തിരഞ്ഞെടുക്കപ്പെട്ടു. നോർത്ത് അമേരിക്കയിലെ മലയാളികൾക്കിടയിൽ നടന്ന വോട്ടെടുപ്പിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂൺ 30, ജൂലൈ 1 ദിവസങ്ങളിലായി ന്യൂയോർക്കിലും ടൊറന്റോയിലുമാണ് ചടങ്ങുകൾ നടക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.